പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമല്ലേ കണ്ടിട്ട്, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് വരാതിരുന്നത്. ഉണ്ടായിരുന്ന വിശേഷങ്ങൾ, ശ്രീനാഥ് പ്രതാപൻ റൂട്ടടക്കമുള്ള ബസ്സുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു, ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഇവിടെ നിന്ന് അവിടേക്ക് മാറ്റുന്നു, സ്വർണ്ണമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി അവിടെ കൊണ്ടൊളിപ്പിക്കുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ വരാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വിശേഷം വന്നിരിക്കുകയാണ്. ഇവിടെ ഗവൺമെൻറ് പൂട്ടിക്കെട്ടിയത് കൊണ്ട് ജാർഖണ്ഡിൽ കൊണ്ടുപോയി തുടങ്ങിയ HR ഇന്നോവേഷൻ. അപ്പോൾ അവിടെ തന്നെ അവിടുത്തെ ഒരു ബാങ്കിൽ അക്കൗണ്ട് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇവർ പൈസ കളക്ട് ചെയ്തിരുന്നത്. HR ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോലാഹലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട്, HR ഇന്നോവേഷൻ്റെ ബാങ്ക് അക്കൗണ്ട് ജാർഖണ്ഡിലെ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ നിർദ്ദേശപ്രകാരം. ബാങ്ക് പറയുന്നത് RBIയുടെ നിർദ്ദേശപ്രകാരവും ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ നിർദ്ദേശപ്രകാരവും രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായ നിർദ്ദേശപ്രകാരം അക്കൗണ്ട് ഞങ്ങൾ ഫ്രീസ് ചെയ്തു എന്നാണ്. അപ്പോൾ അതിൽ നിക്ഷേപിച്ച കുറച്ച് ലീഡേഴ്സിൻ്റെ പൈസയും പോയി കിട്ടി. ട്രീയുടെ തലപ്പത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഹൈറിച്ചിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയ ആളുകളാണ് HR ഇന്നോവേഷനിൽ പൈസ നിക്ഷേപിച്ചിരുന്നത്. സാധാരണക്കാരൊന്നും തന്നെ ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. നമ്മുടെയൊക്കെ ബോധവൽക്കരണത്തിൻ്റെ അനന്തരഫലമാണ് എന്നതിൽ നമുക്കൊക്കെ ചാരിതാർത്ഥ്യമുണ്ട്. നിലവിൽ ഒരുപാട് പേര് ഇത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് നിക്ഷേപകർ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലുടനീളം പരാതി പ്രളയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് FIR ഇടുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട്. ഒരുപാട് തവണ കയറി ഇറങ്ങിയതിന് ശേഷം പോലീസ് പരാതി ഡിസ്പോസ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ്. എന്നാൽ ആ ഉത്തരവിലെവിടെയും തന്നെ കേസ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് അന്വേഷിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. FIR ഇടുന്നതിൽ ആ ഉത്തരവ് തടസ്സമല്ല. എന്നാൽ അത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ CBI കേസ് അന്വേഷിക്കുന്നില്ല എന്ന് വരാത്തത് കൊണ്ടാണ് ഹൈക്കോടതി മനസ്സിലാക്കിയത് ഈ കേസ് CBI അന്വേഷിക്കുന്നു എന്നാണ്. കേരള ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന്. എന്നാൽ CBI ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ട് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ കേസ് CBI ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് കേരള പോലീസിന് സ്റ്റേ ഉണ്ട്. എന്നാൽ വിശദമായ വാദം കേൾക്കലുകൾക്കൊടുവിൽ അത് മാറിക്കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 12-ാം തീയതിയാണ്, അതായത് നാളെയാണ് ഇതിൻ്റെ തുടർവാദം ഉള്ളത്. 5-ാം തീയതി 12-ാം തീയതിയിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് GP ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒന്നുകിൽ ഹൈക്കോടതി ഈ കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് CBIക്ക് ഉത്തരവ് കൊടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്റ്റേ മാറ്റും. ഈ അന്വേഷിക്കുന്നതിന് കേരള പോലീസിന് നിലവിൽ തടസ്സമായിട്ടുള്ള സ്റ്റേ മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നതിന് മുൻപ് ഗവൺമെൻറ് ഉണ്ടെന്ന് പ്രവർത്തിക്കുകയും ഇവരുടെ HR ഇന്നോവേഷൻ്റെ അക്കൗണ്ട്, ജാർഖണ്ഡിലുള്ള ബാങ്കിലുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം.